ഹലോ എവരി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് മാട്രിസസ് എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ മാട്രിസസ് എന്നുള്ളത് നിങ്ങൾ മിക്കവാറും പലരും തന്നെ ഫസ്റ്റ് ടൈം കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും. മാട്രിസസ്. ഓക്കെ, അപ്പോൾ ഒരു മാട്രിക്സ് എന്ന് പറയുന്നത് മാട്രിസസിൻ്റെ സിംഗുലർ ഫോമാണ് മാട്രിക്സ്. മാട്രിക്സിൻ്റെ പ്ലൂറലാണ് മാട്രിസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നമ്പേഴ്സിനെ എഴുതുകയാണെന്ന് വെച്ചോ. ഓക്കെ, 1 2 3 4. ഓക്കെ, ഇങ്ങനെ ഒരു കുറച്ച് നമ്പേഴ്സിനെ നമ്മളൊരു ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതുന്നതിനാണ് മെട്രിസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ക്ലാസ് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ക്ലാസ് എ, ക്ലാസ് ബി. ഓക്കെ, ഈ ക്ലാസ് എയിൽ ബോയ്സിൻ്റെ എണ്ണം 25 ആണ്. അതുപോലെ ക്ലാസ് ബിയിൽ ബോയ്സിൻ്റെ എണ്ണം 20 ആണ്. ഓക്കെ, അതുപോലെ ക്ലാസ് എയിൽ ഗേൾസിൻ്റെ എണ്ണം 35 ആണ്. അതുപോലെ ക്ലാസ് ബിയിൽ ഗേൾസിൻ്റെ എണ്ണം 40 ആണ്. ഓക്കെ, ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ മെട്രിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം: 25 20 35 40. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മെട്രിക്സിൻ്റെ റോ എന്ന് പറയുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റോ ആണ് ഇത്. റോ 1 ആണ് 25ഉം 20ഉം. അതുപോലെ റോ നമ്പർ 2 ആണ് 35ഉം 40ഉം. ഓക്കെ, അപ്പോൾ ഇതിൽ റോ എന്താ ഡിനോട്ട് ചെയ്യുന്നത്? റോ ഡിനോട്ട് ചെയ്യുന്നത് ബോയ്സിൻ്റെ എണ്ണമാണ്. റോ 1 ഡിനോട്ട് ചെയ്യുന്നത് ബോയ്സിൻ്റെ എണ്ണമായിരിക്കും. ഓക്കെ, ഒരു ക്ലാസ്സിൽ 25, മറ്റേ ക്ലാസ്സിൽ 20, അതുപോലെ ഒരു ക്ലാസ്സിൽ 35, ഒരു ക്ലാസ്സിൽ 40. അപ്പോൾ നമ്മുടെ അടുത്ത് ടോട്ടൽ ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ റോ 1ലെ എല്ലാ എലമെൻറ്റ്സും ആഡ് ചെയ്താൽ മതി. 25 + 20 ചെയ്താൽ മതി. അതുപോലെ ടോട്ടൽ ഗേൾസ് കണ്ടുപിടിക്കണമെങ്കിൽ റോ 2ലെ എലമെൻറ്റ്സ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉള്ളതിന് റോ എന്നാണ് പറയുന്നത്. ഈ 25 20, അതുപോലെ ഇത് സെക്കൻഡ് റോ 35 40. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കോളം ഉണ്ട്. ഓക്കെ, അപ്പോൾ കോളം എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ കോളം എന്ന് പറയാം. അപ്പോൾ ഇത് കോളം 1 ആണ്, കോളം 1. അതുപോലെ ഇത് കോളം 2. ഓക്കെ, അപ്പോൾ കോളം 1 റെപ്രസെൻ്റ് ചെയ്യണത് എന്തിനാണ്? ക്ലാസ് എനെയാണ് കോളം 1 റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ കോളം 2 റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്ലാസ് ബി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷനും അല്ലെങ്കിൽ നമുക്ക് ഒരു ലീനിയർ ഇക്വേഷനിലുള്ള കോഎഫിഷ്യൻസ്, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മെട്രിക്സ് യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് അതിൻ്റെ സൊല്യൂഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുപാട് ഈസി ആകും മെട്രിക്സിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെട്രിക്സസ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്നത്. ഇനി മെട്രിക്സിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കി റോസും കോളം ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ ഹൊറിസോണ്ടൽ ഇതിൽ എഴുതുന്നതാണ് റോ എന്ന് പറയുന്നത്. അതുപോലെ അങ്ങനെ നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നതാണ് കോളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു മെട്രിക്സ് എക്സാമ്പിൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 0 1 1 2 3 2 1 0. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു മെട്രിക്സ് ഉണ്ടെങ്കിൽ ഇതിൽ എന്താണ്? 3 റോ ഉണ്ട് അല്ലേ? റോസിൻ്റെ എണ്ണം 3 ആണ്. കാരണം എന്താണ്? നമുക്ക് 1 റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. ഓക്കെ, അതായത് ഞാൻ റോന് R എന്ന് എഴുതാം. ഇത് R1, ഇത് R2, ഇത് R3. ഓക്കെ, അപ്പോൾ അതായത് R1 എന്ന് പറയുന്നത് 1 2 3 4 ആണ്. R2 എന്ന് പറയുന്നത് 0 1 1 2 ആണ്. R3 എന്ന് പറയുന്നത് 3 2 1 0 ആണ്. അപ്പോൾ റോസിൻ്റെ എണ്ണം 3 ആണ്. അതുപോലെ കോളത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ 4 കോളംസാണ് ഉള്ളത് അല്ലേ? C1 C2 C3 C4. അപ്പോൾ കോളത്തിൻ്റെ എണ്ണം 4 ആണ്. ഓക്കെ, അപ്പോൾ റോസ് 3ഉം കോളം 4ഉം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ഇതൊരു 3/4 മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ആ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/4. എക്സ് ഇടുന്നതിന് നമ്മൾ ബൈ എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, 3/4 മെട്രിക്സ് എന്നാണ് നമ്മൾ ഈ ഒരു മെട്രിക്സിനെ പറയാം. നോർമലി മെട്രിക്സിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്താണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ A = എന്നും പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ആ A എന്നുള്ളത് ഈ ഒരു മെട്രിക്സ് ആണ്. ആ എയുടെ ഓർഡർ എന്ന് പറയുന്നത് 3/4 ആണ്. ഓക്കെ, അപ്പോൾ 3/4 എന്ന് പറഞ്ഞാൽ 3 റോ 4 കോളം എന്നാണ് എൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ
ഒരു 2x2 മാട്രിക്സ് എഴുതാം. 2x2 മാട്രിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ A ഈക്വൽ ടു 3, 5, 7, 9. ഓക്കെ, ഇതൊരു 2x2 മാട്രിക്സ് ആണ്. അല്ലെങ്കിൽ ഒരു 3x3 മാട്രിക്സ് എഴുതാം. ഇതൊരു 3x3 മാട്രിക്സ് ആണ്. ഓക്കെ, ഈ നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളം വരുമ്പോൾ നമ്മൾ അതിനെ പറയാം സ്ക്വയർ മാട്രിക്സ് എന്നാണ് പറയാം. ഓക്കെ, സ്ക്വയർ മാട്രിക്സ്. നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളം ആണെങ്കിൽ അതിനെ സ്ക്വയർ മാട്രിക്സ് എന്ന് പറയും. അതുപോലെ നമുക്ക് വേറൊരു പെക്യുലർ മാട്രിക്സ് അറിയാനുള്ളത് ഇപ്പോൾ 1 0 0 0 1 0 0 0 1 ഈ ഒരു മാട്രിക്സ്. ഓക്കെ, ഒരു മാട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ കിടക്കുന്ന എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അതിൻ്റെ ഡയഗണൽ പോലെ നമ്മളതൊരു സ്ക്വയർ പോലെ കൺസിഡർ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഡയഗണൽ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ഡയഗണൽ, ഓക്കെ, നമുക്ക് ഇത് ഡയഗണലായിട്ട് കണക്കാക്കില്ല. ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം, ഓക്കെ, ഈ 0 0 0 ഇതാണ് ഇതിലെ ഡയഗണൽ എലമെൻ്റ് എന്ന് പറയുന്നത്. ആ മാട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആ ലൈനിൽ കിടക്കുന്ന എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്? ഇവിടെ 1 1 1. ഓക്കെ, അപ്പോൾ ഈ ഒരു മെട്രിക്സ് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം തന്നെ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ബാക്കി എല്ലാ എലമെൻറ്റും 0 ആണെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സിന് നമ്മൾ പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്നായിരിക്കും. ഐഡൻറ്റിറ്റി മെട്രിക്സ്, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഒരു ക്യാപിറ്റൽ I ആയിരിക്കും. ഓക്കെ, അതായത് ഇതിന് I ഈക്വൽ ടു ഇതാണ് 1 0 0 0 1 0 0 0 1. അപ്പോൾ ഇതൊരു 3x3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇപ്പോൾ വേറെ 2x2 ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ 1 0 0 1. ഓക്കെ, ഇതിപ്പോൾ ഡയഗണലിൽ 1 ആണ് കിടക്കുന്നത്, ബാക്കി എല്ലാ എലമെൻസും 0 ആണ്. അപ്പോൾ ഇത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അതുപോലെ മോളിൽ റോസിൻ്റെയും കോളത്തിൻ്റെയും എണ്ണം സെയിം ആണെന്നുണ്ടെങ്കിൽ അത് സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓർഡർ എന്താണെന്ന് പറഞ്ഞു. ഈ റോ ബൈ കോളം എന്ന് എഴുതുന്നതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു മാട്രിക്സ് എഴുതി കഴിഞ്ഞാൽ അതിലെ എലമെൻസിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു പേര് വേണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു നമ്പർ യൂസ് ചെയ്ത് ഒരു മാട്രിക്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇങ്ങനെ ഒരു മാട്രിക്സ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഇപ്പോൾ ഈ ഒരു 4 എന്നുള്ള എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം 4 എന്നുള്ളത് എത്രാമത്തെ റോയിലാണ്? സെക്കൻഡ് റോയിലാണ് 4 കിടക്കുന്നത്, അല്ലേ? ഇത് ഫസ്റ്റ് റോ ആയിരുന്നു, ഇത് സെക്കൻഡ് റോ ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് റോയിൽ കിടക്കുന്നു. അതുപോലെ എത്രാമത്തെ കോളത്തിലാണ്? ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റോ, തേർഡ് കോളം. അപ്പോൾ ആ 4നെ നമ്മൾ ഡിനോട്ട് ചെയ്യുക A ഇട്ടിട്ട് താഴെ 2 3 എന്ന് എഴുതുക. ഓക്കെ, A 2 3 ഈക്വൽ ടു 4 ആയിരിക്കും. ആ A 2 3യുടെ മീനിങ് സെക്കൻഡ് റോയിൽ തേർഡ് എലമെൻറ്റ്. ഓക്കെ, സെക്കൻഡ് റോയിൽ തേർഡ് കോളത്തിൽ കിടക്കുന്ന എലമെൻ്റ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ A 1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആയിരിക്കും. അതുപോലെ A 3 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ തേർഡ് റോയിൽ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ -1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ആ ഇൻഡെക്സ് വരുന്നത്. അതിനെ നോർമലി ജനറൽ ആയിട്ട് ഡിനോട്ട് ചെയ്യുക AIJ എന്നാണ്. ഓക്കെ, ആ I എന്ന് പറയുന്നത് അതിൻ്റെ റോ ഇൻഡെക്സ് എന്നാണ് അതിനെ പറയുക, എത്രാമത്തെ റോ എന്നുള്ള മീനിങ്. അതുപോലെ J എന്ന് പറയുന്നത് കോളം ഇൻഡെക്സ് ആണ്. ഓക്കെ, എത്രാമത്തെ കോളമാണെന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് റോ എഴുതും, അതിന് ശേഷമാണ് കോളം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്, ഒരു എന്താ പറയുക, കൺസ്ട്രക്റ്റ് എ മെട്രിക്സ് വിത്ത് AIJ ഈക്വൽ ടു
I plus j into 2. ഓക്കെ 2 ഇൻറ്റു ഐ പ്ലസ് ജെ. ഇങ്ങനെ ഒരു മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയാണ് ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒന്ന് ആ ഒരു മാട്രിക്സ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അടുത്തത് ഫസ്റ്റ് റോ തേർഡ് കോളം. അടുത്തതോ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം, തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. ഓക്കെ, ഇങ്ങനെയാണ് എലമെൻറ്റ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് A11 കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുക? A11 ഈക്വൽ ടു ഇവിടെ ഈ ഫോർമുല നോക്കിയാൽ മതി. 2 ഇൻറ്റു ഐയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. ജെയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ 1 + 1 2, 2 ഇൻറ്റു 2 4 വരും. ഇനി A12 ആണെങ്കിലോ? A12 ആണെങ്കിൽ 2 ഇൻറ്റു 1 + 2, അപ്പോൾ 3 ഇൻറ്റു 2 6 എന്ന് വരും. A13 ആണെങ്കിൽ 2 ഇൻറ്റു 1 + 3, 1 + 3 എന്ന് പറയുമ്പോൾ 4, 4 ഇൻറ്റു 2 8. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ മാട്രിക്സ് എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ മാട്രിക്സ് എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 6 8. ഓക്കെ, അതുപോലെ ഇനി ബാക്കി എലമെൻറ്റ്സും കണ്ടുപിടിക്കണം. ഈ 2 1 എന്ന് പറയുമ്പോൾ 2 + 1 ആയിരിക്കും. 2 + 1 3, 3 ഇൻറ്റു 2 6 എന്ന് വരും. ഓക്കെ, അടുത്തത് ഇവിടെ 2 2 എന്ന് പറയുമ്പോൾ 2 + 2 4, 4 ഇൻറ്റു 2 8. അതുപോലെ അടുത്ത എലമെൻറ്റ് വരുമ്പോൾ 2 3, അപ്പോൾ 2 + 3 5, 5 ഇൻറ്റു 2 10. അതുപോലെ അടുത്തത് 3 1 ആണ്. അപ്പോൾ 3 + 1 4, 4 ഇൻറ്റു 2 8. അടുത്ത എലമെൻറ്റ് 3 2, അപ്പോൾ 3 + 2 5, 5 ഇൻറ്റു 2 10. അടുത്തത് 3 3 എന്ന് പറയുമ്പോൾ 3 + 3 6, 6 ഇൻറ്റു 2 12. ഓക്കെ, 4 6 8, 6 8 10, 8 10 12. അപ്പോൾ ഈ ഒരു മാട്രിക്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഐ പ്ലസ് ജെ എന്നുള്ളടത്ത്, അല്ലെങ്കിൽ എന്ത് വാല്യൂ വേണമെങ്കിലും തരാം. I - ജെയോ അല്ലെങ്കിൽ I + ½ ജെയോ, അങ്ങനെ എന്ത് വേണമെങ്കിലും തരാം. നമ്മൾ ആകെ ഇത്രയാണ് ചെയ്യേണ്ടതുള്ളൂ. ഇതാണ് എലമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ ആ കറസ്പോണ്ടിങ് റോയുടെയും കോളത്തിൻ്റെ നമ്പർ ആ ഐക്കും ജെയ്ക്കും കൊടുക്കുക, വാല്യൂ കിട്ടുക, ആ വാല്യൂസ് ഒരു മാട്രിക്സ് ഫോമിൽ എഴുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു ഇൻഡെക്സ് നൊട്ടേഷൻ യൂസ് ചെയ്ത് നമുക്കൊരു മാട്രിക്സ് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇനി മാട്രിസസിൽ ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. അതെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ.